നിങ്ങളുടെ വണ്ടി, അതായത് ഇപ്പോൾ കാറായാലും ബൈക്കായാലും ഞാൻ പറഞ്ഞ പോലെ ഇൻഷുറൻസ് വേണമെന്നുള്ളത് നിങ്ങൾക്കറിയാം. കാരണം എന്താ വെച്ചാൽ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, അതുപോലെ തന്നെ വാഹനം പുറത്തേക്ക് ഇറക്കുക, റോട്ടിലേക്ക് ഇറക്കുന്നത്, പബ്ലിക് സ്പേസിലേക്കൊക്കെ ഇറക്കുന്നത് തെറ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇൻഷുറൻസ് വേണം. നമ്മളിപ്പോൾ വണ്ടി പുതിയത് മേടിക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു പ്രൈസിൽ, ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നതിൽ നമ്മുടെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്തായാലും ഉണ്ടാവും. അതായത് നമുക്ക് മിനിമം തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും വേണം, ഫുൾ കവർ വേണമെന്നില്ല, തേർഡ് പാർട്ടി എന്തായാലും വേണം. അപ്പോൾ ആ ഒരു പ്രൈസ് അടക്കമാണ് നമ്മുടെ വെഹിക്കിളിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ഏതാണ് ഇൻഷുറൻസ് ഞാൻ ചോദിച്ചു. അപ്പോൾ തേർഡ് പാർട്ടി ആണെങ്കിൽ, ഫുൾ കവർ ആണെങ്കിൽ, അപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾ വണ്ടി ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് നിങ്ങളുടെ വണ്ടിക്കുള്ളതെങ്കിൽ ആ ഒരു ഡാമേജ് ഉണ്ടാവും. നിങ്ങളുടെ വണ്ടിക്ക് ഉണ്ടാകുന്ന ഡാമേജ് അല്ല, ആ ഒരു ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഉണ്ടാകുന്ന ഡാമേജ്, ലീഗൽ എക്സ്പെൻസ്, പെനാൽറ്റി, ഇതെല്ലാമാണ് ഈ ഒരു കവറേജിൽ ക്ലെയിമായി പോകുന്നത്. അതായത് നമ്മുടെ ഇൻഷുറൻസിന് ലയബിലിറ്റി ഓൺലി പാക്കേജ് എന്നാവും എഴുതിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഫുൾ കവർ ആണെങ്കിൽ ഫുൾ കവർ പാക്കേജ്